മധുരരാജനായ കംസൻ ദുഷ്ടനായിരുന്നു എന്നറിയാലോ. അദ്ദേഹം ഒരിക്കൽ ഒരു അശരീരി കേൾക്കുകയാണ്. തൻ്റെ സഹോദരി ദേവകിയുടെ ഗർഭത്തിൽ എട്ടാമത് ജനിക്കുന്ന ആൺകുട്ടി കംസനെ വധിക്കുമെന്ന്. അങ്ങനെ കംസൻ ദേവകിയും വസുദേവരെയും കാരാഗ്രഹത്തിൽ അടക്കിയാണ്. ദേവകിക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം കംസൻ ജനിച്ച നിമിഷങ്ങൾക്കകം വധിച്ചു കളയുന്നു. തൻ്റെ ഒരു കുഞ്ഞിനെ പോലും താലോലിക്കാനുള്ള ഭാഗ്യം ആ അമ്മയ്ക്കുണ്ടായില്ല. അങ്ങനെ അശരീരിയിൽ പറഞ്ഞ ആ ദിവസം വന്നെത്തി. മഹാരാജാവ് കംസന്റെ അന്തകനും ദേവകിയുടെ എട്ടാമത്തെ പുത്രനുമായ ശ്രീകൃഷ്ണന്റെ ജനനം. ശ്രാവണ മാസത്തിലെ എട്ടാമത്തെ ദിവസമായിരുന്നു അന്ന്. ശക്തമായ മഴയും കാറ്റും നിറഞ്ഞു നിന്ന ആ രാത്രി കംസന്റെ കാരാഗ്രഹത്തിൽ ഉണ്ണിക്കണ്ണൻ ജനിച്ചു. ആ രോഹിണി രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയായിരുന്നു. കണ്ണൻ ജനിച്ചതറിയാതെ കാവൽക്കാരും കംസനുമെല്ലാം മയക്കത്തിൽ മുഴുകി. പിതാവായ വസുദേവരുടെ ശരീരത്തു നിന്നും ചങ്ങലകൾ അപ്രത്യക്ഷമായി. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ താനെ തുറക്കപ്പെട്ടു. വസുദേവർ കണ്ണനെ എടുത്ത് യമുനാ നദി കടക്കാനിറങ്ങി. യമുനാ നദി കടന്നാലേ മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. ആഴവും പരപ്പുമുള്ള യമുനാ നദിയിൽ കണ്ണന്റെ പാദം സ്പർശിച്ചപ്പോൾ നദി രണ്ടായി പിളർന്ന് അവർക്ക് വഴി മാറിക്കൊടുത്തു. ശക്തമായ മഴയത്ത് ആദിശേഷൻ കണ്ണന് കുടയായി. യമുനയും താണ്ടി വസുദേവർ വൃന്ദാവനത്തിലെത്തി. കണ്ണൻ അന്നു മുതൽ യശോദാനന്ദനായി വൃന്ദാവനത്തിൽ വളർന്നു. ഇതാണ് കണ്ണന്റെ ജനന കഥ.